റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരികയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ പല വാക്യങ്ങൾ ഇതിനോടകം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ കുറച്ചുകൂടെ ഡെപ്തിലുള്ള ചില ആഴങ്ങൾ നമ്മൾ ഇന്ന് സ്വീകരിക്കുവാനായിട്ട് പോവുകയാണ്. റോമലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ഉം 13-ഉം വാക്യം വേറൊരു ആശയത്തിൽ, വേറൊരു ആഴത്തിൽ നമ്മൾ ഗ്രഹിക്കാൻ പോവുകയാണ്. റോമലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ഉം 13-ഉം വാക്യങ്ങൾ. ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരങ്ങളിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയുമരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവീൻ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല. റോമലേഖനം 6-ാം അധ്യായത്തിൽ പാപസംബന്ധമായ ജീവിതത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ഇതിവൃത്തം. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ ആകത്തുക നിയമബന്ധിതമായ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ പറ്റിയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ ആകത്തുക യേശുക്രിസ്തുവിലുള്ള ജീവിതത്തിലൂടെ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ പറ്റിയാണ്. റോമർ 6 പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, റോമർ 7 നിയമത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, റോമർ 8 യേശുക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം. റോമർ 6-ാം അധ്യായം തുടങ്ങുമ്പോൾ പാപത്തിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരായിരിക്കുന്നു, പാപസംബന്ധമായി നിങ്ങൾ മരിച്ചിരിക്കുന്നു. റോമർ 7-ാം അധ്യായം 1-ാം വാക്യം നോക്കി, സഹോദരന്മാരെ നിയമം അറിയുന്നവരോട് അത്രയും ഞാൻ സംസാരിക്കുന്നത്, നിയമത്തിൻ്റെ കീഴിൽ ഇരിക്കുന്ന കാലത്തോളം നിയമത്തിന് നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ യേശുക്രിസ്തുവിൽ നിങ്ങൾ യേശുവിൻ്റെ ശരീരനിമിത്തം നിയമവുമായി മരണം ആചരിക്കുകയും കൃപയും ജീവിതം തുടങ്ങുകയും ചെയ്യുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൽ വരുമ്പോൾ 8-ന്റെ 1 നിങ്ങൾ കണ്ടിട്ടില്ലേ? യേശുക്രിസ്തുവിലുള്ളവർക്ക് സ്വാതന്ത്ര്യം, ജഡത്തിലുള്ള ബലഹീനതയിൽ നിന്ന് സ്വാതന്ത്ര്യം വന്നിരിക്കുന്നു. യേശുക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നമ്മളിപ്പോൾ ചിന്തിക്കുന്ന 6-ാം അധ്യായം പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ഈ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന ഈ വിഷയത്തിനകത്ത് ഈ അധ്യായം തുടങ്ങുമ്പോൾ ഉള്ള സ്റ്റാൻഡും ഈ അധ്യായം അവസാനിക്കുമ്പോൾ ഉള്ള സ്റ്റാൻഡും ഇതിന് നടുവിലത്തെ സ്റ്റാൻഡും ഇത് മൂന്നും ഒന്ന് വിശദീകരിക്കാനായിട്ട് പോവുകയാണ്. ഈ അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണ്? തുടങ്ങുന്നത് നോക്കിക്കേ. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നോക്കി. ആകയാൽ നാം എന്ത് പറയണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു നാൾ വരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം അതിൽ ജീവിക്കുന്നത് എങ്ങനെ? നോക്കി. അപ്പോൾ റോമാലേഖനം 6-ാം അധ്യായത്തിൽ തുടങ്ങുന്നത് പാപവും നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല, പാപം ചെയ്യാതിരിക്കണം, അല്ലെങ്കിൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞല്ല റോമാലേഖനം ആരംഭിക്കുന്നത്. റോമാലേഖനം ആരംഭിക്കുന്നത് നിങ്ങളും പാപവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. യു ആർ ഡെഡ് ടു സിൻ. നിങ്ങൾ പാപത്തിന് മരിച്ചവരാണ് എന്ന് പറഞ്ഞാണ് റോമാലേഖനം 6-ാം അധ്യായം ആരംഭിക്കുന്നത്. ഒന്ന് നോക്കിയാൽ റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. ആകയാൽ നാം എന്ത് പറയണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. 2-ാം വാക്യം. പാപസംബന്ധമായി മരിച്ചവരായ ജോസ് ബ്രദർ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത്. അപ്പൊ റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നിൽക്കുന്ന ആ സ്റ്റാൻഡ് നിങ്ങളൊന്ന് മനസ്സിലാക്കി. വി ആർ ഡെഡ് ടു സിൻ. നാം പാപം സംബന്ധിച്ച് മരിച്ചവരാണ്. എന്നോട് ചേർന്ന് പറയാം ആ വാക്ക്. ഞാൻ ചേർന്ന് പറഞ്ഞിട്ട് ഞാൻ പാപസംബന്ധമായി മരിച്ചയാളാണ്. ഇതാണ് ഇതിന്റെ തുടക്കത്തിൽ കാണുന്നത്. എന്നിട്ട് ഈ മരിച്ചയാളാണെന്ന് റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറഞ്ഞിട്ട് ഇനി താഴേക്ക് നിങ്ങൾ 1-2 വാക്യങ്ങളും താഴെ എടുത്ത് നോക്കി. 12-ാമത്തെ വാക്യം ഒന്ന് നോക്കി. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. നോക്കി. പാപസംബന്ധമായി നിങ്ങൾ മരിച്ചിരിക്കുന്നു. യു ആർ ഡെഡ് ടു സിൻ. എന്നിട്ട് 12-ാം വാക്യത്തിൽ പറയുമ്പോ ഇനി വാഴരുത്. പാപസംബന്ധമായി മരിച്ച ആള് പാപമായിട്ട് ഇനി ഒരു സംബന്ധമില്ലാത്തവരോട് ഇനി എന്തിനാ പാപം നിങ്ങളുടെ മർത്യ ശരീരങ്ങൾ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാർ അങ്ങനെ വാഴരുത് എന്ന് പറയേണ്ടി വരുന്നേ? റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിന്റെ സ്റ്റാൻഡ് നിങ്ങളൊന്ന് കണ്ടേ. യു ആർ ഡെഡ് ടു സിൻ. നിങ്ങൾ പാപത്തിന് മരിച്ചിരിക്കുന്നു, പാപസംബന്ധമായി നിങ്ങൾ മരിച്ചിരിക്കുന്നു. ഓക്കെ. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പറയുക ഇനി വാഴരുത്. പാപം നിങ്ങളുടെ മർത്യ ശരീരങ്ങൾ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. ഇതോട് ബന്ധപ്പെട്ട് തന്നെ 6-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയാൽ. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം. മരണത്തിലൂടെ ബന്ധം തീരുകയല്ലേ? പിന്നെ ഇനി എങ്ങനെ അടിമപ്പെടുന്നേ? മരണത്തിലൂടെ ബന്ധം തീരുകയല്ലേ? ഇപ്പൊ സജിത്ത് എന്ന് പറയുന്ന ആളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പേഴ്സൺ മരിച്ചു, മരണത്തിലൂടെ ബന്ധം തീരുകയാണ്. ഇനി മരിച്ചവനോട് നോക്കരുത്, പിടിക്കരുത്, എടുക്കരുത്, കാണരുത്, കേൾക്കരുത് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? വേഗത്തിൽ വന്നാട്ടെ. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ
ഏഴാമത്തെ വാക്യം വായിച്ചിട്ട് നമ്മളത് വിശദീകരിക്കാൻ പോവാ. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച ഒരു ജീവിതം ഉണ്ടെന്നും ആ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച ജീവിതം മരിച്ചവനാ ഉള്ളതെന്നും ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു. നോക്കി റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ജോസ് ബ്രദർ വായിക്കുന്നു. വായിച്ചു ജോസ് ബ്രദർ. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ഒന്ന് പറഞ്ഞ വാക്ക്, മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ മോചനം പ്രാപിക്കുന്ന അളവിലേക്ക് എന്നെ നടത്തുന്നത് മരണമാണ്. നോക്ക്. അങ്ങനെ മരിച്ചവൻ നോക്കി റോമലേഖനം 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിന്റെ ആ പദത്തിനൊന്ന് അടിവര ഇട്ടാട്ടെ. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. എങ്ങനെ മരിച്ചവൻ? പാപസംബന്ധമായി മരിച്ചവൻ. എങ്ങനെ? യേശുവിനെ പോലെ മരിച്ചവൻ. യേശു മരിച്ചത് ഒരിക്കലായി പാപസംബന്ധമായി മരിച്ചു. അതുപോലെ തന്നെ യേശുവിൽ നാമും പാപസംബന്ധമായി മരണം ഏറ്റെടുത്തു. കരമടിച്ചൊന്ന് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. നോക്കി, ആദ്യത്തെ വാക്കും രണ്ടാമത്തെ വാക്കും തമ്മിലുള്ള ആ അന്തരമാണ് വിശദീകരിക്കുന്നത്. കാരണം ഈ ആദ്യത്തെ ഭാഗം കേട്ടിട്ട് ഐ ആം ഡെഡ് ടു സിൻ, ഞാൻ പാപത്തിന് മരിച്ച ആളാ, പിന്നെ എന്താ എന്നിൽ ഇന്ന് പാപത്തിന്റെ പ്രകൃതി വരുന്നതെന്ന സംശയം വന്നിട്ട് ഈ വചനമൊന്നും സത്യമല്ലെന്ന് പറഞ്ഞ് അടച്ചു വെക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് വിശദീകരിക്കുന്നത് താഴേക്ക് എന്ന് പറയുക? റോമാലേഖനം 6:2 പറഞ്ഞു പാപസംബന്ധമായി മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞു ഇനി പാപത്തിന് അടിമപ്പെടാതെ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അറിയുന്നു എന്ന പദത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അടിവരയുടെ ദശയിലുള്ളവർക്ക് അടിവരയിടാം. എന്ന് നാം അറിയുന്നു, എൻ്റെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവനോടുകൂടെ ഒരു മരണം എന്നിൽ സംഭവിച്ചു എന്ന് ഞാൻ അറിയുന്നു. ഈ അറിവാണ് 7-ാം വാക്യം. എന്നിട്ട് ആ അറിവ് വന്നതിന് നോക്കി, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു ഈ അറിവ് ഏതാ? നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കുന്നത് എങ്ങനെയാ ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കുന്നത്? പാപം വരാത്തോണ്ടല്ല പാപത്തിന് അടിമപ്പെടാത്തെ. പണ്ടത്തെ പോലെ തന്നെ അവസരങ്ങൾ വരുന്നുണ്ട്. പണ്ടത്തെ അതേ പ്രകൃതി തന്നെ ഇപ്പോഴും എന്നിലുണ്ട്. പഴയ മനുഷ്യൻ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ടപ്പം നിങ്ങൾക്ക് ഈ പുറമേ കാണുന്ന മനുഷ്യൻ എന്തെങ്കിലും ഒരു വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ നോക്കൂ? 6 അടി പൊക്കക്കാരന് 6.5 അടിയായെന്ന്, അല്ലെങ്കിൽ 5.5-കാരൻ 6 പറയാൻ നോക്കൂ? എൻ്റെ ബ്രദറെ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എന്നെ ഒന്ന് കാണണം, കറുത്ത് കരുവാളി ചിരുന്നതാ, ഇപ്പം നോക്കി വെളുത്ത് സായിപ്പുംകുട്ടനെ പോലെയായി. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെ ഒരു പുറമേ കാണുന്ന വ്യത്യാസമല്ല സംഭവിച്ചത്. യേശു നിങ്ങളുടെ ആത്മാവിൽ ഇരുന്ന് നിങ്ങളുടെ ദേഹിയെ നിയന്ത്രിക്കുന്ന നിയന്ത്രണത്തിലേക്കാണ് യേശുവിലുള്ള ജീവിതത്തിൽ നിങ്ങൾ പ്രവേശിച്ചത്. ഹല്ലേലൂയ. ആ പ്രവേശിച്ച ജീവിതത്തിൽ സംഭവിക്കുന്ന ക്രമാനുഗതമായ മാറ്റങ്ങളുടെ വിശദീകരണമാണ് റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ. ഈ നോളജിൽ ഞാൻ വളരുകയാണ്. ഏത് നോളജിൽ? റോമർ 6:6 നോക്കിയേ, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന്. പാപശരീരത്തിന് നീക്കം വരുന്നത് എപ്പോഴാന്ന് നോക്കിയേ? എൻ്റെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് ഞാൻ അറിയുമ്പോഴാണ്. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ സഹോദരങ്ങളെ, അത് ഞാൻ എംഫസൈസ് ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ ആ വാക്യം നന്നായിട്ട് ശ്രദ്ധിച്ചാട്ടെ. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന്. എങ്ങനെയാ പാപശരീരത്തിന് നീക്കം വരുന്നത്? പാപശരീരത്തിന് എങ്ങനെയാ നീക്കം വരുന്നത്? നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് ഞാൻ അറിയുന്നു. അപ്പൊ ഈ അറിവെന്നിൽ വളരും തോറുമാണ് പാപത്തിന് അടിമപ്പെടാതെയുള്ള ജീവിതം എന്നെ സംഭവിക്കുന്നത്. എൻ്റെ പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞ എൻ്റെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന അറിവ് എന്നിൽ വളരുമ്പോൾ മാത്രമാണ് പാപത്തിന് അടിമപ്പെടാതിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവനിൽ ഞാൻ വളരുമ്പോൾ മാത്രമാണ് അവൻ എന്നെ പാപത്തിന് അടിമപ്പെടാതെ ഒരു ജീവിതത്തിലേക്ക് നയിക്കുന്നത്. ഹല്ലേലൂയ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഇവിടെ ഞാനല്ല എന്നെ ജയാളിയാക്കിയത്, ഒരുവനെ കുറിച്ചുള്ള അറിവാണ് എന്നെ ജയാളിയാക്കിയത്. ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം നോക്കി, പാപശരീരത്തിന് നീക്കം വരേണ്ടതിന്. കണ്ടോ, 2 ഭാഗമാണ് നിങ്ങൾ റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ. ഇനി പാപത്തിന് അടിമപ്പെടാതെ ഇരിക്കണം, 2 പാപശരീരത്തിന് നീക്കം വരണം. ഇത് രണ്ടുമാണ് പ്രശ്നം. ഇനിയും പാപത്തിന് അടിമപ്പെടുന്നു, പാപശരീരത്തിന് നീക്കം വന്നിട്ടില്ല. അതാ പ്രശ്നം. ഇപ്പം
പാപശരീരത്തിന് നീക്കം വരാത്തതുകൊണ്ടാണ് ഫ്ലഷ്ലി ഡിസയർ അല്ലെങ്കിൽ ജഡപരമായ ചിന്തകൾ നമ്മൾ ഉണ്ടാകുന്നത്. പാപശരീരത്തിന് നീക്കം വരണമെങ്കിലും ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കണമെങ്കിലും ഈ നോളജ് അടുത്ത് നോക്കി എന്ന് നാം അറിയുന്നു. നമ്മുടെ പഴയ മനുഷ്യൻ, എന്റെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ക്രൂശിക്കപ്പെട്ടു എന്ന് ഞാൻ അറിയുന്നു. എന്നെ ആ നോളജിൽ ഞാൻ വളർത്തുന്നു. നിങ്ങൾ മനസ്സിലായി ഞാൻ പറയാം. ഞാൻ ഇപ്പോഴും പാപത്തിന് അടിമപ്പെടുന്ന പ്രകൃതിയുള്ളവനാ. പക്ഷേ ഒരു നോളജ് എന്നിൽ വളർന്നിട്ട് ആ അറിവ് എന്നിലുള്ള പാപത്തെ അടിമയാക്കി, പാപത്തിന്റെ മാസ്റ്ററാക്കി, യജമാനാക്കി എന്നെ മാറ്റുന്നു. അതേതാ അറിവ്? അതാ ഇവിടെ പറയുന്നത്. ഈ രണ്ട് കാര്യം സംഭവിക്കണം. റോമർ 6:6 നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ ഇരിക്കണം, പാപശരീരത്തിന് നീക്കം വരേണ്ടതിന്. ആ പാപത്തിന് അടിമപ്പെടാതിരിക്കണമെങ്കിലും പാപശരീരത്തിന് നീക്കം വരണമെങ്കിലും ഈ ഒരു നോളജ് വരണം. അടുത്ത നോക്കി, നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെടും എന്നല്ല, ക്രൂശിക്കപ്പെട്ടു എന്ന്. ഹല്ലേലൂയ. അപ്പം ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ്, യേശുവിൻ്റെ പൂർത്തീകരണ പ്രവൃത്തിയിൽ അവിടുന്ന് കാൽവരി ക്രൂശിൽ നിങ്ങൾക്ക് ഒരിക്കലായി ഏറ്റെടുത്ത് നൽകി തന്ന ജയത്തിലാണ് നിങ്ങളായിരിക്കുന്നത്. അല്ലാതെ ഓരോ ദിവസം നിങ്ങൾ ജയിക്കുകയല്ല. ആ ജയത്തെക്കുറിച്ചുള്ള അറിവിൽ അനുദിനം നിങ്ങൾ വളരുകയാണ്. എന്ന് പറഞ്ഞാൽ ഓരോ തവണ ഞാൻ തെറ്റ് ചെയ്യുമ്പോഴും യേശു വന്ന് ക്രൂശിക്കപ്പെടുകയാണ്. പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കലായി ഏകയാഗം കഴിച്ച് എന്നേക്കും പിതാവിന്റെ വലത്തുഭാഗത്ത് അവിടെ നിന്നിരിക്കുന്നു. വൺസ് ഫോർ ഓൾ, ഒരിക്കലായി എന്നേക്കുമായുള്ള യാഗം അവിടെ നിന്ന് കഴിച്ചു കഴിഞ്ഞു കാൽവരി ക്രൂശിൽ. ഇനി ഒരു യാഗം ശേഷിക്കുന്നില്ല. പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗം ശേഷിക്കുന്നില്ല. അപ്പൊ ഇന്ന് വരേണ്ടത് എന്താണ്? ഓരോ തവണ പാപം എന്നെ സ്വാധീനിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ നിന്ന് ഈ അറിവ് കയറി പാപത്തെ ഇടിക്കണം. ഇല്ല, ഞാൻ പാപത്തിന് മരിച്ചവനാ. ഒന്ന് പറഞ്ഞേ, പാപത്തിന് മരിച്ചവനാ. എങ്ങനെയാ പാപത്തിന് അടിമപ്പെടാതിരിക്കുന്നത്? പാപം വരട്ടെ, എന്നെ അടിമപ്പെടുത്താൻ പറ്റുകയില്ല. ചുമ്മാതാ, നിങ്ങളെ കൊണ്ടുപോകും. ഹല്ലേലൂയ. ആരോ പറയുന്നു, ബ്രദറെ ഡയറി എഴുതി വെക്കാഞ്ഞിട്ടാ ഇന്ന് ഫെബ്രുവരി മാസത്തിന്റെ 28-ാം തീയതി ഞാൻ ഇങ്ങനെ ഡയറി എഴുതാൻ ആഗ്രഹിക്കുന്നു. ഇനി മേലാൽ കണ്ണുകൊണ്ട് ഞാൻ പാപം ചെയ്യല. അടുത്ത മാസം ഡയറിയിൽ അവസാനം ഇത് തന്നെ എഴുതി വെക്കും. പക്ഷെ ജയിക്കാൻ ഒക്കത്തില്ല. കാരണം ജഡശരീരത്തിന് നീക്കം വന്നിട്ടില്ല. നീക്കം വരുന്നത് ഈ അറിവിലാണ്. റോമലേഖനം 6:6 നോക്കിയ സഹോദരങ്ങളെ, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വേണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന്. എങ്ങനെ നീക്കം വരേണ്ടതിന് എന്റെ പഴയ മനുഷ്യൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. The word dinasco derived there. ഈ നോളജ് ആണ്. ഒന്ന് പറഞ്ഞേ, ഈ അറിവാണ്. ഏതറിവ്? പാപത്തിന് അടിമപ്പെടാതെ. ഏതറിവ്? പാപം വരുന്നു എന്ന അറിവല്ല. ഇനി അതിന് അടിമപ്പെടാൻ എനിക്ക് പറ്റാത്ത ഒരു ജീവിതത്തിലേക്ക് യേശു എന്നെ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന അറിവാണ് എന്നെ പാപത്തിൽ നിന്ന് സ്വതന്ത്രനാക്കുന്നത്. Sin is no more a do deal, is a done deal on the cross of Calvary. പാപം എന്ന് പറയുന്നത് ഇനി പ്രവർത്തിച്ച് ജയമെടുക്കേണ്ട ഒന്നല്ല. കാൽവരി ക്രൂശിൽ യേശു ജയം കൊണ്ടാടിയ ഒന്നാണ്. ഞാൻ അവനിലായിരിക്കുന്നത്. അവനിൽ ഞാൻ ഇതിൻ്റെ മേൽ പൂർണ്ണ ജയാളിയാണെന്നുള്ള അറിവിൽ ഞാൻ വളരുമ്പോഴാണ് പാപശരീരത്തിൽ നീക്കം വരുന്നതും ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കുന്നതും. അല്ലാതെ എത്ര കണ്ട് നിലത്ത് കിടന്ന് ഉരുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യത്തില്ല, എനിക്ക് കണ്ണു കുത്തി പൊട്ടിക്കാം, ചുമ്മാതാ അന്ധനായിട്ട് നടക്കേണ്ടി വരും. ചെവി കുത്തി പൊട്ടിക്കാം, ചെകിടനായിട്ട് നടക്കേണ്ടി വരും. വായി നാക്കം ഊമനായിട്ട് നടക്കേണ്ടി വരും. ഇതുകൊണ്ടൊന്നും ജയം നടക്കുകയില്ല. ഈ നോളജ് വളരണം. ഇനി ഞാൻ ഇതിൻ്റെ അടുത്ത പോർഷനിൽ ഈ നോളജിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. നോക്കിയേ, നാം ഇനി 6-ാം വാക്യം തൊട്ടൊന്ന് വായിച്ചു ബ്രദറെ. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിൽ നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഈ അറിവ് പ്രാപിച്ചവനോട് 7-ാം വാക്യം പറയാ, അങ്ങനെ മരിച്ചവൻ. അത് നോക്കി 6-ഉം 7-ഉം വാക്യം തമ്മിൽ ഒരു വലിയ ലിങ്കിങ് ഉണ്ട്. ഹല്ലേലൂയ. ഇത് പൗലോസിന്റെ ഭാഷയിൽ കുറച്ചുകൂടി ഇപ്പുറത്ത് മാറ്റി വിശദീകരിക്കുമ്പോൾ പറയാം, ഐ ഡൈ ഡെയിലി എന്ന് പറഞ്ഞാൽ മുടി ഡൈ എന്നല്ല. ഞാൻ രാവിലെ മുടി ഡൈ ചെയ്യുന്നു. ഐ ഡൈ ഡെയിലി. പൗലോസ് ഡൈ ചെയ്യാൻ വചനത്തിൽ വാക്യമുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതോടെ ബ്രദറെ, പൗലോസ് ഒരു ഇംഗ്ലീഷ് പോലും വായിക്കാതെ ഐ ഡൈ ഡെയിലി, ഞാൻ ദിവസേന ഡൈ എന്ന്. നോ, അത് ഈ ഡൈ അല്ല, മരണമാണ്. ഐ ഡൈ ഡെയിലി, ഞാൻ ദിവസേന മരിക്കുന്നു. എങ്ങനെയാ പൗലോസേ അങ്ങ് ദിവസേന മരിക്കുന്നത്? എപ്പോഴാ ഈ മരണം തന്നിൽ ആരംഭിച്ചതെന്ന് താൻ തന്നെ
വിശദീകരിക്കുന്ന ഭാഗമുണ്ട്. നമ്മുടെ എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ പലതിനെയും ചപ്പന്നും ചവർന്നു വീണുന്നു. പൗലോസ് എന്ന് പറയുന്ന ആളെ മോൾഡ് ചെയ്തത്, രൂപപ്പെടുത്തിയത് ഒരു നോളജാണ്, ഒരറിവാണ്. പാപം വന്ന് മാടി വിളിക്കാഞ്ഞിട്ടല്ല പൗലോസ് പാപം ചെയ്യാഞ്ഞേ. നിങ്ങൾക്കും എനിക്കും ഇന്നുള്ളതിൽ 100,000 അവസരങ്ങൾ ആ മനുഷ്യന് ഒരുപക്ഷെ ഉണ്ടായിരുന്നേക്കാം. പക്ഷെ ഒരു വട്ടം പോലും ആ മനുഷ്യനിൽ പാപം ആധിക്യം പ്രാപിക്കാഞ്ഞതിൻ്റെ കാര്യം പാപത്തിന് മേളിൽ വാഴുന്ന ഒരറിവ് തന്നിൽ വ്യാപരിച്ചിരുന്നു. ആ അറിവ് എന്താണ്? ഞാൻ ലോകത്തിന് ആ അറിവ് ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. എനിക്കോ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ എനിക്കോ നമ്മുടെ കർത്താവായ എവിടാ നിന്റെ ജയത്തിന്റെ പോയിന്റ്? ചോദിക്കേ. When I trust the cross of Jesus, there I see my victory. എനിക്കോ നമ്മുടെ കർത്താവായ യേശുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ബൂസ്റ്റ് ചെയ്യാൻ എനിക്കിട വരുന്നത് യേശുവിന്റെ ക്രൂശിലാണ്. കാരണം ഞാൻ ആകുന്നത് യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയല്ല. ഞാൻ ആകുന്നത് ഞാൻ എന്തോ ചെയ്തിട്ടല്ല, ഞാൻ ആകുന്നത് യേശു എന്നെ ആക്കിയതിനാലാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എനിക്കോ നമ്മുടെ കർത്താവായ യേശുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. വൈ? എന്തുകൊണ്ട്? അടുത്ത വാക്ക്. അവനാൽ ലോകം എനിക്ക്, അവനാൽ യേശുവിനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിന് ഞാൻ ക്രൂശിക്കപ്പെട്ടത് എപ്പോഴാ? ലോകത്തിന് ക്രൂശിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഫ്ലഷ്ലി ഡിസയർ, ജഡത്തിന്റെ ഇഷ്ടങ്ങൾ. ലോകം എന്നെ മാടി വിളിക്കുന്നു കാണടാ, ലോകം എന്നെ മാടി വിളിക്കുന്നു കേക്കടാ, ലോകം എന്നെ മാടി വിളിക്കുന്നു പറയടാ, ലോകം എന്നോട് പറയുന്നു ഇങ്ങോട്ട് വാടാ. ഇതിന് അടിമപ്പെടാത്ത ഒരു ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിച്ചത് എപ്പോഴാ? ഈ നോളജിലാ. ഏത് നോളജിൽ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ ജയമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയിലല്ലാതെ എനിക്ക് സ്വയമായി ജയിക്കാൻ പറ്റുകയില്ല. താൻ തൻ്റെ കാര്യം പറയുക. ഈ നോളജ് എന്നിൽ വളർന്നപ്പോഴാണ്, ഈ അറിവെന്നിൽ വളർന്നപ്പോഴാണ് ഈ അറിവെൻ്റെ വികാരങ്ങളെ കയറി പിടിക്കാൻ തുടങ്ങി. ഈ അറിവെൻ്റെ കണ്ണിനെ കയറി പിടിക്കാൻ തുടങ്ങി. ഈ അറിവെൻ്റെ കണ്ണിലെ പുറകിലെ ആഗ്രഹത്തെ പിടിക്കാൻ തുടങ്ങി. മോഹവാ ഗർഭം ധരിച്ചെന്നിൽ പാപത്തെ പ്രസവിച്ചോണ്ടിരുന്നേ. എൻ്റെ ദേഹി അവൻ്റെ നിയന്ത്രണത്തിലായപ്പം മോഹം എന്ന വൈകാരികത ആരംഭിക്കാൻ ദേഹിയുടെ നിയന്ത്രണം പിടിച്ചിരിക്കുന്ന ആള് സമ്മതിക്കുന്നില്ല. സോ ഇതിന്റെ പ്രാക്ടിക്കൽ എന്താ? ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുക, എനിക്കോ നമ്മുടെ കർത്താവായ യേശുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. നിങ്ങൾക്ക് ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്നവരോടാണോ ഞാൻ സംസാരിക്കുന്നത് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ പറയാം. ഗലാത്യ ലേഖനത്തിന്റെ വിഷയം ഇതാണ്: നിയമത്തിൽ നിന്ന് കൃപയിലേക്ക് വന്നവരെ നിയമത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. അപ്പോൾ അവരെ കൃപയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എഴുതിയ ലേഖനമാണ് ഗലാത്യ ലേഖനം. സോ ചാപ്റ്റർ 6-ൽ വരുമ്പോൾ, 6-ാം അധ്യായത്തിൽ വരുമ്പോൾ പൗലോസ് 5 അധ്യായത്തിൽ ഇതെല്ലാം വിശദീകരിച്ചു. ഇതാണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചതിനാണ്, ഒമിറ്റ് ചെയ്ത് കളഞ്ഞതിനെയാണ് തിരിച്ചിരിക്കുന്നത്. ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങൾക്ക് നിങ്ങൾ പിന്നെയും പുതുതായിട്ട് അടിമപ്പെടാൻ ശ്രമിക്കുകയാണോ? ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചു എന്ന് വരികിൽ നിങ്ങൾക്ക് ആത്മാവിനെ തന്ന് നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തി ചെയ്തവൻ എങ്ങനെ അത്ഭുതം ചെയ്തത്? നിങ്ങളുടെ പ്രവൃത്തിയാലാണോ? വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലാണോ നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടവരോ? യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവരായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കും. നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയത് ആര്? നിങ്ങൾക്ക് എന്നാ പറ്റിയത്? ആസാരം പുളിമാവ് വലുത് മുഴുവൻ കീഴടക്കിയിരിക്കുന്നു എന്ന് അവിടെ പറഞ്ഞ പോലെയാണല്ലോ ഇവിടെ സംഭവിച്ചത്. ഇതെല്ലാം വിശദീകരിച്ചിട്ട് താൻ പറയുകയാണ്, തനിക്ക് ഈ നിലപാടിൽ നിൽക്കാൻ പറ്റുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുതെന്ന് വെച്ച് ഗലാത്യൻ 6 6-ാം അധ്യായത്തിൽ വരിക. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുതെന്ന് വെച്ച് യേശുവിന്റെ ചുവടറിയാൽ ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. യേശുവിന്റെ ക്രൂശിൽ എന്തുകൊണ്ടാ പൗലോസ് അങ്ങ് പ്രശംസിക്കുന്നത്? തട്ടടുത്ത വാക്യം നോക്കിയേ. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് 15-ാമത്തെ ഭാഗം, പരിച്ഛേദനയല്ല അഗ്രചർമ്മമല്ല പുതിയ സൃഷ്ടി. എത്ര കാര്യം! ഈ പുതിയ സൃഷ്ടി എവിടെ ഉണ്ടായി? യഹൂദന്റെ വ്യത്യസ്തത, യഹൂദന ജാതികളിൽ നിന്നുള്ള വ്യത്യസ്തത പരിച്ഛേദനയായിരുന്നു. അവൻ എപ്പോഴും കോളറെ പിടിച്ച് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം, 8-ാം നാളിൽ പരിച്ഛേദനയായിട്ടതാണ് കേട്ടോ ഞാൻ. ഹല്ലേലൂയ. അവന്റെ വ്യത്യസ്തത, അവനെ മറ്റ് സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തനാക്കിയത് അവനിൽ സംഭവിച്ച പരിച്ഛേദനയായിരുന്നു. ഇവിടെ പൗലോസ് വിശദീകരിക്കുക, എന്നെ വ്യത്യസ്തനാക്കിയത് ഈ ക്രൂശിനെ കുറിച്ചുള്ള അറിവാണ്. എനിക്ക് പ്രശംസിപ്പാനുള്ളത് ഈ ക്രൂശിലാണ്. ഇനി ആരെങ്കിലും ഈ ക്രൂശിൽ പ്രശംസിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ക്രൂശ് നിമിത്തമുള്ള ഉപദ്രവം അനുഭവിക്കാതിരിക്കേണ്ടതിന് അവർ ക്രൂശിൽ പ്രശംസിക്കാതിരിക്കുന്നു. കാരണം ക്രൂശിൽ പ്രശംസിക്കുന്നവർക്ക് ക്രൂശ് നിമിത്തമുള്ള ഉപദ്രവമുണ്ട്.
നോക്കി എന്ന് പറഞ്ഞാൽ ക്രൂശ് നിമിത്തമുള്ള ഉപദ്രവം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങൾ കയ്യിലിരിപ്പ് കൊണ്ട് വരുത്തി വെച്ച ഏതെങ്കിലും ഉപദ്രവത്തിൻ്റെ കാര്യം അവിടെ വിശദീകരിക്കുന്നു. ഒരിക്കലും അല്ല. ക്രൂശ് നിമിത്തമുള്ള ഉപദ്രവം എന്ന് പറയുന്നത് സ്വയനീതിക്കാരനോട് ദൈവനീതി പറയുമ്പോൾ അവനെ ഒതുക്കാൻ പറ്റുകയില്ല, അവന് സഹിക്കാൻ പറ്റുകയില്ല. ചെയ്ത് രക്ഷ നേടാൻ ശ്രമിക്കുന്നവനോട് വിശ്വസിച്ച് രക്ഷ നേടുക എന്ന് പറയുമ്പോൾ അവന് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അവൻ നിന്നെ ഉപദ്രവിക്കും. നീതി നിമിത്തം എൻ്റെ നീതി നിമിത്തം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവും. ആ ഉപദ്രവത്തിൻ്റെ കാര്യം ഇവിടെ പറയും. നിങ്ങളൊന്ന് കേട്ടെ 14-ാമത്തെ വാക്യം. എനിക്ക് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ക്രൂശിൽ പ്രശംസിപ്പാൻ ഇടവരുത്. അവനാൽ ലോകം എനിക്ക് ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. 15-ാമത്തെ വാക്യം. പരിശോധനയല്ല, അഗ്രഹമല്ല, പുതിയ സൃഷ്ടി എത്ര കാര്യം. ഇനി ആരും എനിക്ക് പ്രയാസം. 17-ാമത്തെ വാക്യം. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുതെന്ന് വെച്ച് യേശുവിൻ്റെ ചൂടടയാളം ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. യേശുവിൻ്റെ ചൂടടയാളം ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. എന്തിന്? ഇനി ആരും എനിക്ക് പ്രയാസം വരുത്താതിരിക്കാൻ. ഏത് തരത്തിൽ ഇവിടെ പ്രയാസം വന്നത്? ആത്മാവ് കൊണ്ട് ആരംഭിച്ചത് ജഡത്തിൽ അവസാനിപ്പിക്കുന്ന തലത്തിലേക്ക് ഗലാത്യ സഭ അധപ്പതിച്ചു പോയ ഗലാത്യ സഭയോട് പറയുകയാണ്, അയ്യോ, നിങ്ങളുടെ ഇടയിൽ ആത്മാവിനെ തന്നു വീര്യപ്രവൃത്തി ചെയ്തവൻ ഇതിനു വേണ്ടിയാണോ അത്ഭുതം ചെയ്തത്? ഇതിനു വേണ്ടിയാണോ അടയാളങ്ങൾ ചെയ്തത്? നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. മടങ്ങിവാ, നിയമത്തിൽ നിന്ന് മടങ്ങിവാ, നിയമാനുബന്ധ പ്രസംഗങ്ങളിൽ നിന്ന്, ചിന്തകളിൽ നിന്ന് മടങ്ങിവാ. കൃപയിലൊരു ജീവിതമുണ്ട്. ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ശേഷമാണ് പറയുന്നത്, എൻ്റെ ജയത്തിൻ്റെ സീക്രട്ട് യേശുവിൻ്റെ ക്രൂശാണ്. യേശുവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ, എനിക്ക് പുകഴാൻ, ഞാൻ ഇങ്ങനെ ആയതിൻ്റെ കാര്യം ഇന്നതാന്ന് പറയാൻ എനിക്ക് വേറെ ഒന്നുമില്ല. നമ്മുടെ കർത്താവ് യേശുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ എനിക്ക് ഇടവരരുത്. കരമടിച്ചൊന്ന് കർത്താവിനൊന്ന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. ഈ അറിവാണോ ഒരു വ്യക്തിയെ മാറ്റിമറിക്കുന്നത്? ഒരു വാക്യം കൂടെ പെട്ടെന്ന് എടുത്തോട്ടെ. കൊളോസ് ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം ഒന്ന് എടുത്തോട്ടെ. ഇതെല്ലാം പൗലോസിൻ്റെ ലേഖനങ്ങളാകിയാൽ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബന്ധിതങ്ങളാണ്. കൊളോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. കൊളോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഞങ്ങൾ അവനെ അറിയിക്കുകയാണ്. ആരെ അറിയിക്കുന്നത്? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങൾ അവനെ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ, കേട്ടോ, ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനും തികയുന്നത് ക്രിസ്തുവിലാണ്. ഇവരെ കർത്താവിൻ്റെ ശക്തി നിന്റെ ശരീരത്തിലേക്ക് അടിക്കുന്നു, കേട്ടോ. ലാലേസ്, നിന്റെ തലയുടെ റൈറ്റ് സൈഡിൽ വലത്തെ വശത്ത്, ഇതാ ഈ പോർഷനിൽ സാധാരണ തലവേദനയല്ല, സീവിയർ ഹെഡേക്ക്. ഈ ഒരു സൈഡിൽ നിനക്കുണ്ടെന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുക. ശരിയാണോ ഈ പറയുന്നത്? അതെ. എത്ര വർഷമായത് നീ അനുഭവിക്കുന്നു? 10-ാം ക്ലാസ് തുടങ്ങി. 10-ാം ക്ലാസ്സിൽ പഠിക്കും മുതലുള്ളതാ. സൗഖ്യമാകുന്നു സിസ്റ്റർ. നിങ്ങൾ കണ്ടാട്ടെ, ഈ മകളെ യേശു സൗഖ്യമാക്കുന്ന കണ്ടാട്ടെ. ടച്ച് ഓഫ് ജീസസ്.